പത്തനംതിട്ട മലയാലപ്പുഴ പുതുക്കുളത്ത് കാട്ടുപന്നിയെ വെടിവെച്ചു കൊന്ന പാലാ സ്വദേശികളെ നാട്ടുകാർ തടഞ്ഞുവച്ചു. പോലീസ് എത്തിയാണ് വെടിവെച്ചവരെ നാട്ടുകാരിൽ നിന്നും മോചിപ്പിച്ചത്. അതേസമയം മാനദണ്ഡങ്ങൾ പാലിക്കാതെ കാട്ടുപന്നിയെ വെടിവെച്ചതിൽ വനം വകുപ്പ് കേസെടുത്തു. പുതുക്കുളത്ത് ഹാരിസൺ എസ്റ്റേറ്റിനുള്ളിലാണ് പാലാ സ്വദേശികൾ കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നത്. പലതവണ രാത്രിയിൽ വെടിവെച്ച കേട്ട പ്രദേശവാസികൾ പിറ്റേന്ന് പരിശോധന നടത്തിയപ്പോൾ രക്തവും പന്നിയെ വലിച്ചേഴ്ച പാടുകളും കണ്ടു. തുടർന്ന് CCTVയിൽ തോക്കുമായി പോകുന്ന ആളുകളുടെ ദൃശ്യവും ലഭിച്ചു. കഴിഞ്ഞ ദിവസം വീണ്ടും വെടിവെച്ച കേട്ടാണ് നാട്ടുകാർ ഓടിക്കൂടി വെടിവെച്ചവരെ പിടികൂടിയത്. സോണി സിറിയക്, ജോർജ് കുട്ടി, എബ്രഹാം, ടോണി, ജാക്ക് പി ഈപ്പൻ എന്നീ പാലാ സ്വദേശികളെയാണ് നാട്ടുകാർ പിടികൂടി തടഞ്ഞുവെച്ചത്. തോക്ക് ലൈസൻസ് ഉള്ളവരാണ് ഇവർ. എന്നാൽ മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് ഇവർ വെടിവെച്ചതെന്നും പ്രദേശവാസികളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നും നാട്ടുകാർ പറഞ്ഞു. ഇത് സ്ഥിരമായിട്ട് ഞങ്ങളൊരു 2 മാസത്തോളമാണ് ഞങ്ങൾ ഈ വെടിവെച്ച കേൾക്കുന്നത്. ഞങ്ങളിതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെയാണ് ഞങ്ങൾ ഇന്നലെ പിടികൂടിയത്. അന്നേരം പന്നിയെ കൊണ്ടുപോയില്ല, വെടിവെച്ചു എന്ന് അവർ തന്നെ പറയുന്നുണ്ട്. ഞങ്ങളത് രാവിലെ എണ്ണിച്ച് അന്വേഷിച്ചു. ഞങ്ങൾ നോക്കിയപ്പോൾ ഞങ്ങളുടെ പടിക്ക് തന്നെ ഈ പന്നി ചത്ത് കിടപ്പുണ്ട്, വെടികൊണ്ട് കിടപ്പുണ്ട്. പോലീസ് എത്തിയാണ് വെടിവെച്ചവരെ നാട്ടുകാരിൽ നിന്ന് മോചിപ്പിച്ചത്. ഇവരെ നടപടിയെടുക്കാതെ വിട്ടയച്ചെന്നും നാട്ടുകാർ കുറ്റപ്പെടുത്തി. ഞെള്ളൂർ ഫോറസ്റ്റ് സ്റ്റേഷൻ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. മാനദണ്ഡങ്ങൾ പാലിക്കാതെ കാട്ടുപന്നികളെ കൊന്നതിൽ വനം വകുപ്പ് കേസെടുത്തു. മലയാലപ്പുഴ പഞ്ചായത്തിൽ കാട്ടുപന്നികളെ കൊല്ലാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല എന്നാണ് പഞ്ചായത്ത് അധികൃതരും വ്യക്തമാക്കുന്നത്. ജനം, പത്തനംതിട്ട.